ഓൾ നമ്മുടെ സെക്കൻഡ് ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് റൂളാണ് കേട്ടോ. പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ പ്രോഡക്റ്റ് റൂള് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കൊരു ഡെറിവേറ്റീവ് കാണണം. d/dx ഓഫ് രണ്ട് ഫങ്ഷൻസ്, അതായത് രണ്ടോ അതിലധികമോ ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ d/dx ഓഫ് f(x) ഇൻറ്റു g(x) വരികയാണെങ്കിൽ നമുക്ക് നേരെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നേരെ സ്പ്ലിറ്റ് ചെയ്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് പകരം നമുക്കൊരു റൂളുണ്ട്. ഓക്കെ, അതാണ് റൂൾ. ഇങ്ങനെയാണ്: d/dx ഓഫ് ഫങ്ഷൻ f(x) ഇൻറ്റു g(x) ഈസ് ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു സേ f(x) ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫങ്ഷൻ, അതായത് d/dx ഓഫ് g(x) പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫങ്ഷൻ ഇവിടെ g(x) ആണല്ലോ, ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫങ്ഷൻ f(x). ഓക്കെ, ഇത് തിരിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക? പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ്, രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് ഈ ഫോർമുല കാണാൻ പഠിക്കുക. അതായത് ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു f(x) ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫങ്ഷൻ d/dx ഓഫ് g(x) പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ ഇൻറ്റു g(x) ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫങ്ഷൻ. നമുക്ക് 2-3 എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നമ്മളോട് പറയാണ്, ലെറ്റ് f(x) ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y is equal to x square into sin x. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ എക്സ് സ്ക്വയറിൻ്റെ മാത്രം ഡെറിവേറ്റീവ് നമുക്കറിയാം, സൈൻ എക്സിൻ്റെ മാത്രം അറിയാം. പക്ഷേ ഇവിടെ പ്രോഡക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുക. dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/dx ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് രണ്ട് ഫങ്ഷൻസ്? ഒരു ഫങ്ഷൻ എക്സ് സ്ക്വയറും അടുത്ത ഫങ്ഷൻ സൈൻ എക്സും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫങ്ഷൻ ഏത് ഓർഡറിൽ എഴുതിയാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഫങ്ഷൻ എക്സ് സ്ക്വയറും സെക്കൻഡ് ഫങ്ഷൻ സൈൻ എക്സും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫോർമുല അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? d/dx ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ എടുക്കുക, അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാമല്ലോ, കോസ് എക്സ് പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുക. സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണ്? സൈൻ എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് പ്രോസസ്സ്. പക്ഷേ ആ ഫോർമുല നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. ഇനി മറ്റൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് e⁻⁴x ഇൻറ്റു കോസ് 2x. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ ഏതാണ്? dy/dx, അതായത് d/dx ഓഫ് ഡെറിവേറ്റീവ് ഓഫ് e⁻⁴x ഇൻറ്റു കോസ് 2x. ഇവിടെ രണ്ട് ഫങ്ഷൻ ഉണ്ട്. ഒരു ഫങ്ഷൻ ഫസ്റ്റ് ഫങ്ഷൻ e⁻⁴xും സെക്കൻഡ് ഫങ്ഷൻ കോസ് 2xും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫോർമുല അനുസരിച്ച് ഫസ്റ്റ് ഫങ്ഷൻ e⁻⁴x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫങ്ഷൻ, അതായത് d/dx ഓഫ് കോസ് 2x. ഫസ്റ്റ് ലെസണിൽ നമ്മൾ പഠിച്ചല്ലോ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ എക്സ്. ഇപ്പോൾ കോസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ 2x, അല്ലേ? മൈനസ് സൈൻ എക്സ് അല്ലേ, ഇവിടെ കോസ് 2x ആയതുകൊണ്ട് ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2x ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ 2x എന്ന് കിടക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? നമ്മളൊരു 2 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ആണെന്ന് പറഞ്ഞു, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് എഴുതാം, -2 sin 2x, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ e⁻⁴x ഇൻറ്റു കോസ് 2xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2x ആയതുകൊണ്ട് പിന്നെ ഈ 2xലെ 2ഉം കൂടെ എഴുതിയാൽ -2 sin 2x. അപ്പോൾ ഫസ്റ്റ് പാർട്ടായി. ഇനി ഫസ്റ്റ് ടേമായി. ഇനി സെക്കൻഡ് ടേമും സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണ്? കോസ് 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് e⁻⁴x. e⁻xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x എന്നറിയാം. അപ്പോൾ e⁻⁴xൻ്റെ ഡെറിവേറ്റീവോ? e⁻⁴xൻ്റെ ഡെറിവേറ്റീവ് e⁻⁴x ഇൻറ്റു 4 എന്ന് വരും, അല്ലേ? കാരണം എക്സിൻ്റെ സ്ഥാനത്ത് 4x ആയതുകൊണ്ട് ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷൻ തന്നെ അവിടെ വരും, ഇൻറ്റു ആ ഫംഗ്ഷനിൽ എക്സിൻ്റെ കോഷ്യൻറ്റും കൂടെ വരും. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു e⁻⁴x, അതായത് ഇതിൻ്റെ ആൻസർ നമുക്ക് -2 e⁻⁴x sin 2x പ്ലസ് 4 e⁻⁴x cos 2x എന്ന് ഇതിൻ്റെ ആൻസർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പ്രോബ്ലം കൂടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം.
ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. ഇതുപോലെ ഒന്നിലധികം ഫംഗ്ഷൻസ് ഇപ്പോൾ 3 എണ്ണം വന്നാലും നമ്മൾ അതിനെ കമ്പൈൻ ചെയ്ത് എടുത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഒരു ടേം ആക്കി എടുത്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് അത്രയും കോംപ്ലിക്കേഷനിലേക്ക് ഇപ്പോൾ പോകണ്ട. ഏറ്റവും സിമ്പിളായിട്ട് 2 ഫങ്ഷൻസ് വന്ന് അതിൻ്റെ പ്രോഡക്റ്റ് എഴുതുമ്പോൾ പ്രോഡക്റ്റുകൾ. അപ്പോൾ എപ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കണം, നമുക്ക് തന്നിരിക്കുന്നത് പ്രോഡക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ 3 cos 2x by x. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇത് കാണുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ പോലെയൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്കിവിടെ dy/dx ആണ് എടുക്കേണ്ടത്. അതായത് ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് 3 into cos 2x. ഓക്കെ, 3 into cos 2x. അപ്പോൾ 3 into cos 2x ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വരും. അപ്പോൾ ഈ 3 കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് എടുക്കാം. 3 ഇൻറ്റു, ഞാൻ പറഞ്ഞിരുന്നല്ലോ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ഔട്ട് സൈഡ് എടുക്കാം, ഇൻറ്റു cos 2x ഡിവൈഡഡ് ബൈ എക്സ്. ഇതിന് നമുക്ക് കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ 1/xൻ്റെ ഡെറിവേറ്റീവ് കാണാതെ പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് കൊണ്ട് നമുക്കിത് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം, ഇതിനെ എങ്ങനെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റും, ഇതുകൂടെ മനസ്സിലാക്കിയിരിക്കുന്ന നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ടാണ് ഇങ്ങനെയും കൂടെ പറയുന്നത്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ cos 2x എന്നെടുക്കുക, സെക്കൻഡ് ഫംഗ്ഷൻ 1/x എന്നെടുക്കുക, അല്ലേ. cos 2x ഡിവൈഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അതല്ലേ അതിൻ്റെ അർത്ഥം. സോ ഇറ്റ്സ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു, പിന്നെ നമുക്ക് ഈ തന്നിരിക്കുന്നുണ്ട് ബ്രാക്കറ്റിലിടുക, 3 കോമൺ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ cos 2x, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫോർമുല അനുസരിച്ച് ഡെറിവേറ്റീവ് ഓഫ് 1/x നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം, -1/x² പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ് 1/x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos 2x. cos 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ് -sin 2x. -sin 2x ഇൻറ്റു 2 കൂടെ വരും അല്ലേ, അതായത് -2 sin 2x. അതായത് നമ്മുടെ ഫൈനൽ ആൻസർ 3 ഇൻറ്റു -cos 2x ബൈ x² പ്ലസ് -2 sin 2x ഡിവൈഡഡ് ബൈ എക്സ്. ഈ രീതിയിൽ. അപ്പോൾ നമുക്ക് ഇത് കോഷ്യൻ്റ് റൂൾ വെച്ച് വേണമെങ്കിൽ ചെയ്യാം, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ പിന്നെ പ്രോഡക്റ്റ് റൂളിലാണെങ്കിൽ 1/xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, cos xൻ്റെ ഡെറിവേറ്റീവ് അറിയാവുന്നത് കൊണ്ട് അതിനെ പ്രോഡക്റ്റായിട്ട് എഴുതി ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.